എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടൻ കൃഷ്ണകുമാറും മകൾ അഹാനയും എന്നും വാർത്തകളിൽ നിറയുന്നവരാണ്. പക്ഷേ അതൊക്കെ അധികവും കൗതുക വാർത്തകളായിരിക്കും. എന്നാൽ ഇപ്പോൾ അവർ വളരെ ഗൗരവമായ ഒരു സിറ്റുവേഷനെ പ്രതിനിധീകരിക്കുന്ന രണ്ട് വ്യക്തികളായി മാറിയിരിക്കുന്നു. പേട്രിയറ്റ് അമ്മാവനും പ്രതിഷേധക്കാരിയായ മകളും. രണ്ട് നിലപാടുകളാണ് അവർക്ക്. നമ്മുടെ അമ്മാവന്മാരും വിദ്യാർത്ഥികളും രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും. കൃഷ്ണകുമാർ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് എതിരെ, മകൾ പ്രതിഷേധക്കാരോട് ഒപ്പം. ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിടവാണ്. അതുകൊണ്ടാണിപ്പോൾ പിള്ളർ ഈ ബാനർ എല്ലാ അമ്മാവന്മാരെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെമ്പാടുമുള്ള ചലച്ചിത്ര താരങ്ങൾ, മോഡലുകൾ, ജനസ്വാധീനമുള്ള വ്യക്തികൾ, അധ്യാപകർ, ഫാഷനിസ്റ്റുകൾ തുടങ്ങിയവരെല്ലാം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രംഗത്ത് വന്നു കഴിഞ്ഞു. യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഭാവിയിലെ ഇന്ത്യയെ നിർണ്ണയിക്കേണ്ടത് എന്നാണ് അവരെല്ലാം പറയുന്നത്. വിദ്യാർത്ഥികളുടെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കണമെന്ന് അവർ ഉപദേശിച്ചു. സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം. ഇതൊക്കെ കണ്ടപ്പോൾ കേരളത്തിലെ അമ്മാവന്മാർക്ക് ശരിക്കും ദഹിക്കുന്നില്ല. അമ്മാവന്മാരുടെ ഒരു ധാരണ, മോദി 10-12 കൊല്ലമായി ഇവിടെ ഭരിക്കുന്നു, അദ്ദേഹം മരിക്കുന്നത് വരെ ആ കസാരയിൽ കാണണം. അങ്ങേർക്കെതിരെ ആരെങ്കിലും ശബ്ദം ഉയർത്തുക എന്ന് വെച്ചാൽ അത് രാജ്യദ്രോഹമാകുന്നു. പിള്ളേരൊന്നും അച്ചടക്കമില്ലാതെയാണ് വളരുന്നത്. എല്ലാറ്റിനെയും നല്ല തല്ലുകൊടുത്ത് മര്യാദ പഠിപ്പിക്കണം. ഇങ്ങനെ ചിന്തിച്ച് കിടന്നുറങ്ങി നേരം വെളുക്കാത്ത കുറേ പാട്രി അമ്മാവന്മാർ കേരളത്തിലുണ്ട്. ഒരു 4 പേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് മേജർ രവി, കഴുതയേക്കാൾ ബുദ്ധി കുറവാണ്. പിന്നെ ഷാജൻ സ്കറിയ, മോദി ഭക്തി കൊണ്ട് കണ്ണു കാണാതായ ഒരു നല്ല മനുഷ്യനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. സി രവിചന്ദ്രൻ 2019 മുതൽ തുടങ്ങിയ ന്യായീകരണമാണ്. പിന്നെ ശ്രീജിത്ത് പണിക്കർ സ്വതന്ത്ര നിരീക്ഷകനാണ്. എങ്ങനെ സ്വതന്ത്രമാക്കി നിരീക്ഷിച്ചാലും അത് മോദിക്ക് അനുകൂലമായിരിക്കും. പിള്ളേർ ഇപ്പോൾ ഉയർത്തുന്ന ഈ ബാനർ ഇപ്പോൾ ഇവർക്കാണ് സൂട്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ സമരം ചെയ്യുന്ന കുട്ടികളെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നു, കുട്ടികൾ ഇവരുടെ തന്തയ്ക്ക് വിളിക്കുന്നു. എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ തന്തയ്ക്ക് വിളി കേൾക്കുന്നത്? ഈ രാജ്യമുണ്ടാക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. അക്കാര്യത്തിൽ ഈ വിദ്യാർത്ഥികളുടെ റോൾ മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ. ഈ വിദ്യാർത്ഥികൾക്ക് നിങ്ങളെക്കാൾ ഇന്ത്യയിൽ അവകാശമുണ്ട്. കാരണം അവരൊന്നും സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുത്ത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നില്ല. നിങ്ങൾ അമ്മാവന്മാർ 10-20 വർഷമായിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പിള്ളേരല്ലേ ഭേദം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് രാജ്യസ്നേഹമല്ല, ഖൊമേനി ബാധ എന്ന പകർച്ചവ്യാധി ബാധിച്ചിരിക്കുകയാണ്. ഈ പകർച്ചവ്യാധി ഇറാനിൽ നിന്നും തുടങ്ങിയതാണ്. 1979 മുതൽ ഇറാൻ ഭരിച്ചു തുടങ്ങിയ ആദ്യത്തെ ഖൊമേനിയിൽ നിന്നാണ് ഈ പകർച്ചവ്യാധിയുടെ തുടക്കം. ഇതിൻ്റെ ആദ്യ ലക്ഷണം ഞാൻ പറയാം. ജനങ്ങൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും യുവതയും എന്തെങ്കിലും ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നത് കാണുമ്പോൾ അയ്യോ രാജ്യദ്രോഹമാണല്ലോ എന്ന ഒരു ചടച്ച ഫീൽ ഈ ബാധ കൂടിയവരിൽ പ്രകടമാകും. അതാണ് ആദ്യ ലക്ഷണം. പൗരൻ്റെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കൂടുന്നതിനനുസരിച്ച് ഇവരിൽ ഈ ഖൊമേനി ബാധ ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരും. അപ്പോൾ പലതരം ആക്രോശങ്ങൾ ഇവരിൽ നിന്നുണ്ടാകും. കുറച്ച് ലക്ഷണങ്ങൾ ഇവിടെ ഞാൻ എഴുതാം, നിങ്ങൾക്ക് കണ്ടാൽ വഴിമാറിപ്പോകാമല്ലോ. 1, വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രത്തെപ്പറ്റി അറിയില്ല, രാഷ്ട്രീയവും അറിയില്ല, വെറും പാറ്റകൾ. 2, പ്രതിഷേധങ്ങളെല്ലാം വിദേശ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. 3, നീറ്റ് എഴുതിയവരോ എഴുതാൻ പോകുന്നവരോ ഈ സമരക്കാരിലില്ല. 4, CBSEയുടെ ഫുൾ ഫോം പോലും സമരക്കാർക്ക് അറിയില്ല. 5, പ്രതിപക്ഷം ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്, ഇത് വെറും ഷോ ഓഫാണ്. 6, വിദ്യാഭ്യാസ മാഫിയയും ഈ പ്രക്ഷോഭത്തിന് പിറകിലുണ്ട്. 7, ഇന്ത്യ വിദ്യാഭ്യാസ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പോകുന്ന സമയത്ത് അതിനെ തകർക്കാൻ രാജ്യദ്രോഹികൾ ശ്രമിക്കുന്നു. 8, മോദി സർക്കാരിനോടുള്ള ഫ്രസ്ട്രേഷനാണ് ഈ സമരം. 9, കഴിഞ്ഞ 10 വർഷങ്ങൾ നടന്ന ഡെവലപ്മെൻറ്റ് വലുതാണ്, അതിൽ വിദേശ രാജ്യങ്ങൾക്കടക്കം അസൂയാണ്. ഇനി 10ാമത്തെ, സമരം എന്നും പറഞ്ഞ് അവിടെ രാത്രി നടക്കുന്ന അതിക്രമങ്ങൾ അറിയാമോ? സമരത്തിൻ്റെ മറവിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തുന്നുണ്ട്. നന്നായി വളർത്തിയെടുത്ത ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഡൽഹിയിൽ പോകുന്നില്ല. മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, പോലീസിനെ ആക്രമിക്കുന്നു. ഇതാണോ സമരം? കുട്ടികൾ ആത്മഹത്യ ചെയ്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, പക്ഷേ മോശം കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. മേൽ സൂചിപ്പിച്ച 16 കാര്യങ്ങൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഇൻ്റർവ്യൂവിൽ വിളിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം പറയും. ഇത്തരം പ്രതിഷേധങ്ങൾ തീർക്കാനുള്ള വഴിയും ഈ അമ്മാവന്മാർക്കുണ്ട്. ഖൊമേനിയുടെ വഴി. ഇറാനിൽ വിദ്യാർത്ഥികളെയും യുവതയെയും എങ്ങനെയാണോ നേരിട്ടത് അത് തന്നെ ഇവിടെയും ചെയ്യാനാണ് ഇവരിൽ കയറിക്കൂടിയ ബാധ ഇവരെ കൊണ്ട് പറയിക്കുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഇവരിൽ കാണാം. ഇവരെല്ലാം
ഖൊമേനി വിരുദ്ധന്മാരുമാണ്. അതെങ്ങനെ പറ്റും? പിന്നെ എങ്ങനെ അവരിൽ ആ ബാധ കൂടി? ഖൊമേനി വിരുദ്ധർക്ക് എങ്ങനെയാണ് ഈ ഖൊമേനി ബാധ കൂടുന്നത്? ആക്ച്വലി ഖൊമേനിയിലെ ഇസ്ലാമിനെ മാത്രമാണ് ഇവർ എതിർക്കുന്നത്, ബാക്കിയെല്ലാം ഇവർക്ക് ഓക്കെയാണ്. ഈ അമ്മാവന്മാരെല്ലാം എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് എനിക്ക് അവരോട് ആദ്യമായി പറയാനുള്ളത് തെരുവിലേക്ക് ശ്രദ്ധിക്കൂ എന്നാണ്. അവിടെ ഈ നാടിൻ്റെ ശബ്ദം കേൾക്കാം. രണ്ടാമതായി പറയാനുള്ളത് നിങ്ങൾ നിൽക്കുന്ന തറയുടെ ചൂടറിയൂ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നാടിൻ്റെ ഒരു പൾസ് കിട്ടും. മൂന്നാമതായി പറയാനുള്ളത് ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പൊക്കോളൂ എന്നാണ്. പിന്തിരിപ്പന്മാരും കൂടി ചേർന്നാണ് ഈ സമൂഹം. അവർക്കും അവരുടേതായ സ്പേസ് ഈ സമൂഹത്തിലുണ്ട്. ഇതൊരു തുറന്ന സമൂഹമാണ്. വൺ നേഷൻ വൺ തോട്ട് ആക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. അത് തിരിച്ചറിയേണ്ടത് വിദ്യാർത്ഥികളാണ്. ഇത്തരം ബാനറുകൾ കാണിച്ച് അമ്മാവന്മാരെ വേദനിപ്പിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.